നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സൗദിയുടെ മാനുഷിക സഹായം തുടരുന്നതിനായി സൗദി റിലീഫ് സെന്റർ അറിയിച്ചു. ഫലസ്തീന് പുറമെ അഫ്ഗാൻ, പാകിസ്ഥാൻ, യമൻ, ലബനാൻ രാജ്യങ്ങളിലും സഹായ വിതരണം നടത്തിയതായി കിങ് സൽമാൻ റിലീഫ് സെൽ വ്യക്തമാക്കി. കിങ് സൽമാൻ റിലീഫ് സെന്ററിന് കീഴിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കുള്ള സഹായ വിതരണം തുടരുന്നതായി സെന്റർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഫലസ്തീനുള്ള സഹായം നിരന്തരമായി തുടരുകയാണ്. വ്യോമ, കടൽ മാർഗം ഈജിപ്തിലെത്തിച്ച ചരക്കുകൾ ഗസയിലേക്ക് എത്തിക്കുന്നതിന് കാലതാമസം നേരിടുന്നതായി സൗദി റിലീഫ് സെന്ററിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെന്ററിന് കീഴിലുള്ള കൂടുതൽ സഹായം അഫ്ഗാൻ, പാകിസ്ഥാൻ, യമൻ, ലബനാൻ രാജ്യങ്ങളിലും വിതരണം ചെയ്തു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി. അഫ്ഗാനിലെ കാണ്ഡഹാർ പ്രവിശ്യയിൽ 1500-ലധികം വ്യക്തികൾക്ക് ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കി. പാകിസ്ഥാനിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ 14,000-ലേറെ വ്യക്തികൾക്ക് ഭക്ഷണക്കിറ്റുകൾ വിതരണം ചെയ്തതായും സെന്റർ അറിയിച്ചു. യമനിലെ 1000-ലേറെ വ്യക്തികളുടെ ചികിത്സാ സഹായവും ലബനാനിലെ ഫലസ്തീൻ, സിറിയൻ അഭയാർത്ഥികൾക്കിടയിൽ 1.5 ലക്ഷത്തോളം അവശ്യക്കിറ്റുകളുടെ വിതരണവും പോയ മാസം നടത്തിയതായി റിലീഫ് സെന്റർ വ്യക്തമാക്കി. നൌഷാദ്, മീഡിയ 1, ദമ്മാം. വാർത്തകൾ തുടരുമ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകരാൻ $2.2 മില്യൺ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവെച്ച് ബഹ്റൈൻ. UAE, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമായാണ് വ്യാപാര കരാർ ഒപ്പുവെച്ചത്. സാമ്പത്തിക വളർച്ചയുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചതുവഴി പുതുതായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ പ്രതിനിധാനം ചെയ്ത് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അബ്ദുള്ള അദിൽ ഫക്രു, UAE വ്യവസായ നൂതന സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബിർ, ജോർദാൻ വ്യവസായ വ്യാപാര വിതരണ വകുപ്പ് മന്ത്രി യൂസുഫ് മഹമ്മൂദ് അൽ ഷമാലി, ഈജിപ്ത് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി അഹമ്മദ് സമീർ സാലെ, മൊറോക്കോ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി റിയാദ് മെസോർ എന്നിവരും സന്നിഹിതരായിരുന്നു. സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര രംഗത്തെ വളർച്ചയ്ക്ക് കരുത്തു പകരാനും കരാർ ഉപകരിക്കുമെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. മൊറോക്കോയും വ്യാപാര സഖ്യത്തിൽ പങ്കുചേരും. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ജലശേഖരണത്തിൽ വൻ വർധനവ്. രാജ്യത്തെ ജലശേഖരം 11 ദശലക്ഷം ഗാലൻ വർദ്ധിച്ച് 4186 മില്യൺ ഗാലനെത്തി. ജലസുരക്ഷയോടുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയാണ് ഇത് പ്രകടമാക്കുന്നതെന്ന് ജലമന്ത്രാലയം പറഞ്ഞു. ഇതാദ്യമായാണ് ജലശേഖരണം ഇത്രയധികം വർധനവ് രേഖപ്പെടുത്തുന്നത്. അൽ മുസ്തല റിസർവോയർ പദ്ധതിയിലും വഫ്രയിലെയും രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിലെ റിസർവോയർ വികസനവും പൂർത്തിയാകുന്നതോടെ ജലസംഭരണം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മാസങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ജലശേഖരണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. കുവൈത്തിൽ ഇന്ന് മുതൽ തണുപ്പ് കൂടും. ഇന്നലെ അൽ മുറേനിയ സീസൺ അവസാനിച്ചതായി അൽ ഉജൈരി സയന്റിഫിക് സെന്റർ വ്യക്തമാക്കി. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ശാബത്ത് സീസൺ 26 ദിവസം നീണ്ടു നിൽക്കും. ഈ ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് വളരെ കുറയുകയും തണുപ്പ് കനക്കുകയും ചെയ്യും. തണുത്ത പ്രഭാതവും കനത്ത മഞ്ഞും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്ന സീസണാണിത്. കനത്ത മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന തെരുവുകളിലും റോഡുകളിലും നിരീക്ഷിക്കുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംയുക്ത പ്രളയ നിയന്ത്രണ കേന്ദ്രം ആരംഭിച്ചു. 100 കണക്കിന് നിരീക്ഷണ ക്യാമറകൾ, ഹീറ്റ് മാപ്പുകൾ, കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങൾ തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളെ സമന്വയിപ്പിച്ചാണ് പുതിയ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. പ്രളയത്തെ തുടർന്നുള്ള ഗതാഗത തടസ്സങ്ങൾ നേരിടുന്നതിനായുള്ള അടിയന്തര പദ്ധതികൾ, രക്ഷാപ്രവർത്തകരെ നിയോഗിക്കൽ, ആവശ്യമായ വിഭവങ്ങൾ അനുവദിക്കൽ തുടങ്ങിയവ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയുമാണ് പുതിയ കേന്ദ്രത്തിന്റെ ചുമതല. വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിലുള്ള പ്രതികരണ സമയം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. മെച്ചപ്പെട്ട കാലാവസ്ഥാ പ്രവചന വിവരങ്ങൾ ശേഖരിച്ച് ലഭ്യമാക്കുന്നതിന് RTA ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഇത് മുഖേന രക്ഷാപ്രവർത്തകരെ ഒരുക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അതിവേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനും സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനായുള്ള സമഗ്ര പ്രതികരണ പദ്ധതികൾ ഒരുക്കുന്നതിന് വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ടീമിനെയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങൾ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന സംവിധാനമാണ് ഹീറ്റ് മാപ്പുകൾ. കൂടാതെ റോഡുകളിലെ വലിയ സ്ക്രീനുകൾ മുഖേന വെള്ളക്കെട്ടിൽ ഗതാഗത തടസ്സം നേരിടുന്ന റോഡുകളെക്കുറിച്ച് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകും.
450 ക്യാമറകളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച് ലൈവായി സംപ്രേഷണം ചെയ്യാൻ ഈ സ്ക്രീനുകൾ സഹായകമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന 91% പ്രദേശങ്ങളും റോഡുകളും തിരിച്ചറിയാൻ ഈ ക്യാമറകൾക്ക് സാധിക്കും. ദുരന്ത നിവാരണ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് യഥാസമയം വിവരങ്ങൾ RTAക്ക് കൈമാറാനുള്ള സംവിധാനമായ സിറ്റഡൽ കമ്മ്യൂണിക്കേഷൻസ് പ്ലാറ്റ്ഫോമും പുതിയ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. ദുബായ് എമിറേറ്റിലെ 28 പ്രദേശങ്ങൾക്ക് പുതിയ പേര് നൽകി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്. പുതിയതായി വികസിപ്പിക്കുന്നതും നേരത്തെയുള്ളതുമായ സ്ഥലങ്ങളടക്കം സുപ്രധാന സ്ഥലങ്ങളുടെ പേരുകളാണ് പുതുക്കിയത്. ഇതനുസരിച്ച് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഷെയ്ഖ് സായിദ് റോഡ് മേഖല ബുർജ് ഖലീഫ എന്നറിയപ്പെടും. അപ്പാർട്ട്മെന്റുകളും ഓഫീസുകളും ഹോട്ടലുകളും അടക്കമുള്ള നിരവധി കെട്ടിടങ്ങളുള്ള പ്രദേശം കൂടിയാണ് ബുർജ് ഖലീഫ ഏരിയ. ഡൗൺ ടൗൺ, ബിസിനസ് ബേ, JLT, ദുബായ് മറീന എന്നിവയുൾപ്പെടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവിടം നിക്ഷേപകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം സ്വദേശികൾക്ക് താമസത്തിന് വീടുകൾ നിർമ്മിക്കുന്ന പ്രദേശത്തിന് മദീനത്തു ലത്തീഫ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മാതാവ് ഷെയ്ഖ് ലത്തീഫ ബിൻ ഹംദാൻ ബിൻ സായിദ് അൽ നഹിയാന്റെ പേരാണ് പ്രദേശത്തിന് നൽകിയിരിക്കുന്നത്. ഇവിടെ പൗരന്മാർക്ക് 3500 പ്ലോട്ടുകളും 2300 താമസയോഗ്യമായ വീടുകളുമാണ് അനുവദിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളുടെ പേരുമാറ്റം പ്രഖ്യാപിച്ചുവെങ്കിലും എന്നു മുതൽ ഇത് നടപ്പിലാകുമെന്ന കാര്യം വ്യക്തമല്ല. റോഡുകൾക്ക് പേരിടുന്നതിന് ദുബായ് അടുത്തിടെ പുതിയ സംവിധാനം പ്രഖ്യാപിച്ചിരുന്നു. സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ അൽക്കവാനീജ് 2 ഏരിയയിലെ റോഡുകൾക്ക് പ്രാദേശിക മരങ്ങളുടെയും പൂക്കളുടെയും പേരുകളാണ് നൽകിയത്. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. നിരവധി ഗാർഹിക തൊഴിലാളികൾ ജോലി വിട്ടതും ചില രാജ്യങ്ങളിലെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചതുമായാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. കുവൈത്തിലെ കുറഞ്ഞ വേതനവും മറ്റു രാജ്യങ്ങളിൽ ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതുമാണ് തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം. ശ്രീലങ്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചതും പ്രാദേശിക ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലെ റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയതായി ഗാർഹിക തൊഴിലാളി വിദഗ്ധൻ ബസാം അൽ ഷമാരി അഭിപ്രായപ്പെട്ടു. പ്രാദേശികമായി പ്രതിമാസം 5000 മുതൽ 6000 വരെ സ്ത്രീ തൊഴിലാളികൾ ആവശ്യമാണ്. എന്നാൽ പുതിയ റെഗുലേറ്ററി തീരുമാനങ്ങൾ ആഭ്യന്തര തൊഴിൽ വിപണിയെ ദോഷകരമായി ബാധിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ഫീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ഗാർഹിക തൊഴിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലും കേനറ്റ് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ ഹറാസ് ആവർത്തിച്ചു. കേനറ്റില്ലാത്ത ഓഫീസുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കുവൈത്ത്. ഷാർജ ഇന്ത്യൻ സ്കൂൾ KG ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് ഇക്കുറിയും വൻ തിരക്ക്. അപേക്ഷകരുടെ ആധിക്യം കാരണം നറുക്കെടുപ്പിലൂടെയാണ് നിശ്ചിത വിഭാഗം കുട്ടികളെ തിരഞ്ഞെടുത്തത്. 1500-ലേറെ അപേക്ഷകളാണ് ഇത്തവണ KGയിലേക്ക് ലഭിച്ചതെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കീഴിലുള്ള ഇന്ത്യൻ സ്കൂൾ KG ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനാണ് നറുക്കെടുപ്പ് ഏർപ്പെടുത്തിയത്. ഗൾഫ് റോസ് നഴ്സറിയിൽ നിന്നുള്ള 300 കുട്ടികൾ, സ്കൂളിൽ നിലവിൽ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾ, സ്റ്റാഫ് അംഗങ്ങളുടെ കുട്ടികൾ എന്നിവർക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കായിരുന്നു നറുക്കെടുപ്പ്. രക്ഷിതാക്കൾക്കൊപ്പമെത്തിയ 2 കുട്ടികളാണ് നറുക്കെടുപ്പിന് തുടക്കം കുറിച്ചത്. സീറ്റുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായി വീതിച്ചായിരുന്നു നറുക്കെടുപ്പ്. ഇരട്ട കുട്ടികളായവരിൽ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ 2 പേർക്കും പ്രവേശനാനുമതി ലഭിക്കുമെന്നതാണ് വ്യവസ്ഥ. 100 കണക്കിന് രക്ഷിതാക്കൾ വെളുപ്പിന് തന്നെ ഷാർജ ഇന്ത്യൻ സ്കൂൾ ഗുബൈബയിലെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായി എത്തി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര, ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, ജോയിന്റ് ജനറൽ സെക്രട്ടറി ജിബി ബേബി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KK താലിബ്, അനീഷ് NP, AV മധുസൂദനൻ എന്നിവർ നറുക്കെടുപ്പിന് മേൽനോട്ടം വഹിച്ചു. പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ, വൈസ് പ്രിൻസിപ്പൽ ഷിഫ്ന നസ്രുദ്ദീൻ, ഹെഡ് മിസ്ട്രസ്മാരായ ഡെയ്സി റോയ്, താജുനിസ ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ 1 ഷാർജ. കുവൈത്ത് യൂണിവേഴ്സിറ്റി വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നു. നിലവിലെ അധ്യയന വർഷത്തിലെ 2ാം സെമസ്റ്ററിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചത്. 300 വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുമെന്നാണ് സൂചന. കോഴ്സ് ഫീസ് 100 ദിനാറും അപേക്ഷാ ഫീസ് 10 ദിനാറുമാണ്. നിയമം, ആർട്സ്, ശരിയ, ഇസ്ലാമിക് സ്റ്റഡീസ്, സോഷ്യൽ സയൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ്, കിൻഡർ ഗാർഡൻ പ്രോഗ്രാം എന്നീ കോഴ്സുകൾക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കും.
സൗദിയിലെ പ്രമുഖ ഫിനാൻസ് കൺസൾട്ടൻസി സ്ഥാപനമായ താസ് ആൻഡ് അംജിദ് ടെക്നോണിക് എന്ന പേരിൽ സാങ്കേതിക വിദ്യാ സമ്മേളനം സംഘടിപ്പിച്ചു. കമ്പനി വികസിപ്പിച്ച സൗദിയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോർപ്പറേറ്റ് കൺസൾട്ടന്റായ സാദിയുടെ അനാച്ഛാദനവും നടന്നു. പരിപാടിയിൽ വിവിധ സ്ഥാപനങ്ങളുമായി കമ്പനിയുടെ ബിസിനസ് പങ്കാളിത്ത കരാറുകളും ഒപ്പുവെച്ചു. താസ് ആൻഡ് ഹാംജിദ് അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലെ പുത്തൻ മാറ്റങ്ങൾ പരിപാടി ചർച്ച ചെയ്തു. കമ്പനി വികസിപ്പിച്ച സൗദിയിലെ ആദ്യത്തെ AI കോർപ്പറേറ്റ് കൺസൾട്ടന്റായ സായിദിന്റെ അനാച്ഛാദനം കമ്പനി CEO ഫഹദ് അൽ തുവൈജിരി നിർവഹിച്ചു. Today it's another achievement for TAS and Hamjid, where we introduced the artificial intelligence advisory. It's another achievement and success story. We wish all the very best to our ventures. Thank you very much for participating today. ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, AI തുടങ്ങിയ മേഖലകളിൽ അത്യാധുനിക രീതിയിൽ പരിഹാരം തേടുന്നതിന്റെ ഭാഗമാണ് സായിദിന്റെ വരവെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. I'm happy to participate today with TAS and Hamjid achievements and wish them all the best, inshallah. സൗദിയിൽ നിക്ഷേപത്തിനൊരുങ്ങുന്ന വിദേശ കമ്പനികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ബിസിനസ് സെറ്റപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും സായിദിനു സാധിക്കും. ഫോറിൻ നിക്ഷേപം, വിവിധ ലൈസൻസുകൾ, എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്നിവയിലും സെയ്ദ് നിക്ഷേപകരെ സഹായിക്കും. Amazing to see that innovation that has been presented tonight was quite amazing, because we're talking about task advanced technology, and through the journey, I mean, for the presentation I could enjoy first of all the understanding of building and launching a company here in Saudi Arabia through different means, and how to get into the market. Also, they were like going deep into contability and accounting tools that they were using. കമ്പനി ടെക്നോളജീസ് ഡയറക്ടർ അഹ്സൻ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. സുജിത് വർഗീസ്, സുഹൈർ, വിജിത് ശിവദാസൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. കൺസൾട്ടൻസി കമ്പനികളായ ഡാറ്റ സെമാന്റിക്സ്, വാറ്റിൽ കോർപ്പ്, റോസ് ആൻഡ് കോളംസ് എന്നിവയുമായി പങ്കാളിത്ത കരാറുകൾ കൈമാറി. സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ UK എംബസി എന്നിവയ്ക്ക് പുറമെ 40ഓളം കമ്പനികളുടെ പ്രതിനിധികളും മേളയുടെ ഭാഗമായി. മീഡിയ 1, റിയാദ്. വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനായി ഒമാൻ സുൽത്താൻ മുസന്തം ഗവർണറേറ്റിൽ എത്തി. മുസന്തം ഗവർണറേറ്റിലെ ഷെയ്ഖ് കുമാർ, വ്യവസായ പ്രമുഖർ, ഒമാനിലെ പൗരന്മാർ തുടങ്ങിയവരുമായി സുൽത്താൻ കൂടിക്കാഴ്ച നടത്തി. മുസന്തം ഗവർണറേറ്റിലെത്തിയ ഒമാൻ സുൽത്താന് ഊഷ്മള വരവേൽപ്പാണ് അധികൃതർ നൽകിയത്. വികസന പദ്ധതിയുടെ ഭാഗമായി ഗവർണറേറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പറഞ്ഞു. മുസന്തം ഗവർണറേറ്റിൽ സമഗ്രമായ വികസനം കൈവരിക്കുന്നതിന് ഗവർണറുമായും മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളുമായും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒമാൻ സുൽത്താൻ ഷെയ്ഖ് കുമാരോടും നേതാക്കളോടും അഭ്യർത്ഥിച്ചു. മുസന്തം ഗവർണറേറ്റിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സുൽത്താൻ നിർദ്ദേശിച്ചു. അൽ ജറാദിയ ഏരിയയിൽ വാണിജ്യ പാർപ്പിട പദ്ധതി സ്ഥാപിക്കൽ, സൈഹൽവാസത്തിൽ വ്യവസായ മേഖല, മദ്ഹ വിലായത്തിൽ സാമൂഹിക ഭവന നിർമ്മാണം, നിരവധി സമുദ്ര ഗ്രാമങ്ങളുടെ വികസനം, ഖസബ് വിലായത്തിലെ മഹാസ് വ്യവസായ മേഖലയിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡൽ ഫാക്ടറികൾ സ്ഥാപിക്കൽ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ഒരുക്കാനാണ് സുൽത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ ഖബർസ്ഥാനിൽ നിന്നും സന്ദർശകർ സസ്യങ്ങൾ പറിക്കുന്നതിനും പഴങ്ങൾ പറിച്ചു തിന്നുന്നതിനും തെറ്റാണ് എന്ന് ഫത്വ അതോറിറ്റി പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി വ്യക്തമാക്കി. കുവൈത്ത് മുനിസിപ്പാലിറ്റി ഫ്യൂണറൽ വകുപ്പ് നേരത്തെ ഇത് സംബന്ധിച്ച് ഫത്വ കമ്മിറ്റിയോട് ഉപദേശം തേടിയിരുന്നു. തണുപ്പ് കാലത്ത് ഇത്തരം സസ്യങ്ങൾ കുവൈത്തിൽ ധാരാളം കാണാറുണ്ട്. ഖബർസ്ഥാൻ സന്ദർശിക്കുന്നതിൻ്റെ ഉദ്ദേശം മരണാന്തര ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ ഖബർസ്ഥാനിൽ നിന്നും പറിക്കുന്നത് മതപരമായി തെറ്റാണെന്ന് ഫത്വ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഖത്തറിലുള്ള പ്രവാസി മലയാളികൾക്ക് നോർക്ക പ്രവാസി ക്ഷേമനിധി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നജ്മ സംസ്കൃത ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ പ്രവാസികളിലേക്ക് സേവനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്ഥിരം ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം. ഗാർഹിക മേഖലയിൽ തൊഴിലെടുക്കുന്ന ശ്യാമള ബാബു ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനായി എക്സാപാക്സ് സ്പോർട്ടീവ് നടത്തുന്ന വെയ്റ്റ് ലോസ് ചലഞ്ചിന് തുടക്കമായി. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
മെഷാഫ് കിംസ് ഹെൽത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ എക്സ്പാറ്റ് സ്പോർട്ടീവ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂറിന് രജിസ്ട്രേഷൻ കാർഡ് കൈമാറി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രാഥമിക ഭാരപരിശോധനയും നടന്നു. പ്രമേഹം, ദന്തപരിശോധനാ സൗകര്യവും ഡയറ്റീഷ്യന്റെ സേവനവും ഒരുക്കിയിരുന്നു. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ മികച്ച പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ ട്രെയിനിംഗ് പരിപാടികളും വിജയിക്കുന്നവർക്ക് സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും നൽകും. ICBF വൈസ് പ്രസിഡന്റ് ദീപക് ഷെട്ടി, സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ചന്ദ്രമോഹൻ, കിംസ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ രാഹുൽ മുനികൃഷ്ണ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ അഹമ്മദ് ഷാഫി പരിപാടി നിയന്ത്രിച്ചു. എക്സ്പാറ്റ് സ്പോർട്ടീവ് ജനറൽ സെക്രട്ടറി മക്ബൂൽ അഹമ്മദ്, ട്രഷറർ റഹ്മത്തുള്ള കൊണ്ടോട്ടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അസീം MT തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. പൂർണ്ണമായും ഒമാനിൽ ചിത്രീകരിച്ച മലയാള ചിത്രം രാസ്തയുടെ പ്രദർശനം സലാലയിലും തുടങ്ങി. സിനിപോൾസിൽ രാത്രി 10:30 ഷോ നടക്കുന്നത്. ജനുവരി 20 വരെ ഷോ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വന്യമായ മരുഭൂമിയായ റൂബു ഉൽ ഖാലിയിൽ 2011 യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹൃദയപൂർവ്വം തൃശൂർ 2024 ഭാഗമായി വാദിക കബീർ മസ്ജിദ് ക്ലബ്ബിൽ വെച്ച് കുടുംബ സംഗമം നടന്നു. ഹൃദയപൂർവ്വം തൃശൂർ 2024 പ്രോഗ്രാം ജനറൽ കൺവീനർ ജയശങ്കർ പാലിശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന കുടുംബ സംഗമം ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്ര ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് KCC എമർജിംഗ് കപ്പ് ടൂർണമെന്റിൽ ഫീനിക്സ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ചെന്നൈ ഫയർബോഴ്സിനെ 21 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫീനിക്സ് വിജയം നേടിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഫീനിക്സ് ക്രിക്കറ്റേഴ്സ് നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ ഫയർ ബോയ്സിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസേ നേടാനായുള്ളൂ. 102 റൺസും 2 വിക്കറ്റും നേടിയ ജെയ്സണാണ് മാൻ ഓഫ് ദ മാച്ചായത്. വിജയികൾക്കുള്ള സമ്മാനം ക്യാപ്റ്റൻ സുജിത് സുഭാഷ് സംഘാടകരിൽ നിന്നും ഏറ്റുവാങ്ങി. വ്യത്യസ്ത രുചിക്കുട്ടുമായി ബഹ്റിനിലും സൗദിയിലും പ്രവർത്തിക്കുന്ന മഞ്ചീസ് ഫാസ്റ്റ് ഫുഡിന് റിയാദിൽ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷണപ്രേമികൾക്ക് രുചിയുടെ പുത്തൻ അനുഭവം തീർക്കുകയാണ് മഞ്ചീസ് വിഭവങ്ങൾ. റിയാദിലെ അൽ മൻസൂറയിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള അൽ ഹംസ പ്ലാസയിലാണ് മഞ്ചീസ് ഫാസ്റ്റ് ഫുഡ് തുറന്നത്. ഫ്ലീരിയ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം അൽ ഗുർമി ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ, സീനിയർ ഡയറക്ടർ EK റഹീം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹസിൻ അഹമ്മദ് കോയ, ബിസിനസ് രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും വിശിഷ്ട വ്യക്തികൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചീസിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ റിയാദിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പ് തന്നെ നമ്മൾ ജുബൈലിൽ നമ്മളെ മഞ്ചീസ് ആദ്യമായിട്ട് അവിടെയാണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ അവിടുത്തെ ആൾക്കാരുടെ സ്വീകാര്യത, അപ്പോൾ പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ റിയാദിലും മറ്റുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബഹ്റൈനിൽ ഒരു അടുത്ത നെക്സ്റ്റ് ബ്രാഞ്ച് വരുന്നത്, ദമ്മാം, പിന്നെ ഇപ്പം റിയാദിലും. വിവിധ തരം ഫ്രഷ് ജ്യൂസ്, ഡെസേർട്ട് ഇനങ്ങൾ, കിഡ് സ്പെഷ്യൽ വിഭവങ്ങൾ, ക്ലബ് സാൻഡ്വിച്ച്, മത്സ്യ, ചിക്കൻ ബ്രോസ്റ്റഡ് തുടങ്ങി സ്പെഷ്യൽ മീൽസ് എല്ലാം ലഭ്യമാകുന്ന തരത്തിലാണ് മഞ്ചീസ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നല്ല ഫാമിലിക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ആംബിയൻസിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫുഡ് അറ്റ് ലോ പ്രൈസ്, അതാണ് മഞ്ചീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സ്, പിസ്സ, ഗ്രിൽസൊക്കെ മഞ്ചീസ് ഈ ഒരു കൊല്ലം തന്നെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഔട്ട്ലെറ്റ്സും കൂടി ഈ ഒരു വർഷം മഞ്ചീസിൻ്റേത് പ്ലാനിലാണ്, പൈപ്പ് ലൈനിലുണ്ട്. കുടുംബത്തിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യവും ലഭ്യമാണ്. മീഡിയ 1 റിയാദ്. കലയും സംഗീതത്തെയും സ്നേഹിക്കുന്നവർക്ക് അവസ്മരണീയമായ മുഹൂർത്തങ്ങൾ ഒരുക്കുന്ന സ്പ്രിംഗ് ഓഫ് കൾച്ചർ പരിപാടികൾക്ക് ബഹ്റിനിൽ തുടക്കമായി. വിവിധ വേദികളിലായി ഒരുക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ മാർച്ച് വരെ നീണ്ടു നിൽക്കും.
ബഹ്റൈൻ പാരമ്പര്യ സാംസ്കാരിക അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് 18ാമത് സാംസ്കാരിക വസന്തോത്സവത്തിന്റെ സംഘാടനം. ലോകപ്രശസ്തരായ സംഗീതജ്ഞരുടെയും കലാകാരന്മാരുടെയും മാസ്മരിക കലാപ്രകടനങ്ങൾക്ക് ഇനി ബഹ്റൈൻ വേദിയാകും. അഹമ്മദ് അൽ ജുമൈരി, മുഹമ്മദ് അൽ തമീമി, അഹമ്മദ് റഹ്മാൻ അവാദ്, സിയാദ് സൈമാൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത പരിപാടിയോടെയാണ് ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ സ്പ്രിംഗ് ഓഫ് കൾച്ചർ എന്ന് നാമകരണം ചെയ്ത പരിപാടികൾക്ക് തുടക്കമായത്. ബഹ്റൈൻ നാഷണൽ തിയേറ്റർ, അവന്യൂസ് ബഹ്റൈൻ, പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ പാർക്ക്, ബഹ്റൈൻ ബേ അൽ റിവാഖ് ആർട്ട് സ്പേസ്, ഷെയ്ഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ ഖലീഫ കൾച്ചറൽ സെന്റർ തുടങ്ങിയ വിവിധ വേദികളിലായാണ് പരിപാടികൾ അരങ്ങേറുക. സ്പ്രിംഗ് ഓഫ് കൾച്ചർ കലാ സാംസ്കാരിക പരിപാടികൾ മാർച്ച് മാസം വരെ നീണ്ടുനിൽക്കും. ഈ വർഷം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിദ്യാഭ്യാസ പരിപാടികൾ, കരകൗശല ശില്പശാലകൾ എന്നിവയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ MM സുബൈറിന് MES കുവൈത്ത് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി കുവൈറ്റ് സെൻട്രൽ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സുബൈർ കോഴിക്കോട് സ്വദേശിയാണ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഫലസ്തീൻ ഇറാനെ നേരിടുകയാണ്. ഗസ യുദ്ധത്തിന്റെ 100ാം ദിനത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഫലസ്തീൻ പതാകയുമേന്തിയാണ് ഇറാൻ ആരാധകർ ഉൾപ്പെടെ സ്റ്റേഡിയത്തിൽ എത്തിയത്. മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇറാൻ എതിരില്ലാത്ത 3 ഗോളിന് മുന്നിലാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഇരു ടീമുകളും 1 മിനിറ്റ് മൗനം ആചരിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിനായി വിപുലമായ ആരോഗ്യ സംവിധാനങ്ങളുമായി ഖത്തർ. ടൂർണമെന്റിനെത്തിയ ആരാധകർക്ക് ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. മത്സരം നടക്കുന്ന എല്ലാ വേദികളിലും മെഡിക്കൽ ക്ലിനിക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ആരാധകർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഏത് സമയവും ചികിത്സ തേടാം. അടിയന്തര സേവനങ്ങൾക്കായി സ്റ്റേഡിയങ്ങളിലെ ക്ലിനിക്കുകളെ സമീപിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള 50 ക്ലിനിക്കുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 999 എന്ന എമർജൻസി നമ്പറിലും ബന്ധപ്പെടാം. രാവിലെ 11നും വൈകിട്ട് 4നും ഇടയിൽ ദീർഘനേരം വേലേൽക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആരാധകരോട് ആവശ്യപ്പെട്ടു. തലകറക്കം പോലുള്ള അസ്വസ്ഥതകൾ അവഗണിക്കരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനും സൺസ്ക്രീനുകൾ ഉപയോഗിക്കാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. 1150 ആരോഗ്യ വിദഗ്ധരെയാണ് ടൂർണമെന്റിനായി വിന്യസിച്ചിരിക്കുന്നത്. മീഡിയ 1, ദോഹ. സൗദിയിലെ ജിദ്ദയിൽ അറബ് ഇന്ത്യ ചരിത്രം അനാവരണം ചെയ്യുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ്, ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുക. 5000 വർഷത്തെ അറബ് ഇന്ത്യ ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നതാവും സൗദി ഇന്ത്യ മഹോത്സവം. ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സാംസ്കാരികോത്സവത്തിൽ അറബ് മാധ്യമപ്രവർത്തകൻ ഖാലിദ് അൽമഈന, കവി അബ്ദുല്ല ഉബയാൻ, ലിന അൽമഈന, ഡോക്ടർ ഇസ്മായിൽ മൈമനി തുടങ്ങിയ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഉത്സവം, സാംസ്കാരികോത്സവം നടത്തുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ പൂർണ്ണ സഹകരണത്തോടെയും ഏകോപനത്തോടും കൂടിയാണ് ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഈ ഉത്സവത്തിന് മുൻകൈയെടുത്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യൻ വംശജരടക്കമുള്ള 100 കണക്കിന് സൗദി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അറബ് ഇന്ത്യ സാംസ്കാരിക വിനിമയത്തിന്റെയും വ്യാപാര വിനിമയത്തിന്റെയും ദൃശ്യാവിഷ്കാരവും ഉണ്ടാകും. സൗദി ഇന്ത്യ സൗഹൃദ ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഫെസ്റ്റിവലെന്നും ഇത് വൻ വിജയമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്നും കോൺസൽ ജനറൽ ഷാഹിദ് ആലം പറഞ്ഞു. GGI പ്രസിഡന്റ് ഹസൻ ചെറൂപ്പ, ജനറൽ സെക്രട്ടറി ഇസ്ഹാ പൂണ്ടോളി, ഉപരക്ഷാധികാരി അസീം സീഷാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. മീഡിയ 1, ജിദ്ദ. മിഡിൽ ഈസ്റ്റ് അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.